മുഹമ്മദ് അസ്ലം വിവരണമായിരുന്നു. അസ്ലം, താൻ മത്സരിക്കാനില്ല എന്ന് അൻവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താകും അദ്ദേഹത്തിന്റെ നിലപാട്? UDF ഇനി എന്ത് ചെയ്യും? മത്സരിക്കാനുള്ള പണം കയ്യിലില്ല എന്ന് പറഞ്ഞു വെച്ചല്ലാതെ പൂർണ്ണമായി മത്സരത്തിനില്ല എന്നൊരു വെട്ടിത്തുറഞ്ഞൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതായത് അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ മയപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആര്യാടൻ ഷൗക്കത്തിനെതിരെ അദ്ദേഹം വിമർശനം ആവർത്തിക്കുന്നില്ല, കുറിച്ച് പറയുന്നില്ല എന്നൊരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ആവർത്തിക്കില്ല. അതേസമയം LDF സ്ഥാനാർത്ഥി M സ്വരാജിനെതിരെ അതിശക്തമായ വിമർശനം നടക്കുന്നു. സതീശനെതിരായ വിമർശനം ആവർത്തിക്കുമ്പോഴും അതിൽ സതീശന് തനിക്ക് വിരോധമില്ല, സതീശനാണ് തടസ്സുന്നത്. അതേസമയം സതീശന് ലോബി ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും സതീശനോട് തന്നെ വിരോധമില്ലാത്ത രീതിയിൽ പറഞ്ഞു. അതായത് ആര്യാടൻ ഷൗക്കത്തിനെതിരായ വിമർശനം ആവർത്തിക്കാതിരിക്കുന്നു. സ്വരാജിനെതിരെ അതിശക്തമായ വിമർശനം ഉന്നയിക്കുന്നു. മത്സരിക്കാൻ പണമില്ല എന്ന രീതിയിൽ പറയുന്നു. വ്യക്തത വന്നിട്ടില്ല ചർച്ചകൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു സ്പേസ് UDF ഇട്ടുകൊണ്ടാണ് അൻവർ നിർത്തിവെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അൻവർ മത്സരിക്കാനോ മത്സരിക്കാതെ അല്ല UDF-മായി സഹകരിക്കാനോ മത്സരിക്കാനോ കാര്യത്തിൽ അന്തിമ തീരുമാനം എത്തിയിട്ടില്ല. നമ്മൾ UDF നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പോഴും സാധ്യതയുണ്ട്. അതേസമയം അൻവർ ആയതുകൊണ്ട് തന്നെ അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ പൂർണ്ണമായി അൻവർ സഹകരിച്ചുവെന്നോ ഇപ്പോൾ എന്തെങ്കിലും സംസാരിച്ചാൽ സഹകരിക്കുമെന്നോ ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തായാലും അയാൾ സ്പേസ് ഇട്ടിട്ടുണ്ട്. അവർ മനസ്സിലാക്കുന്നത് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി 2-ാം തീയതി, അതുവരെ അതായത് ഇന്നും നാളെയും കൂടെ ഈ സമ്മർദ്ദതന്ത്രം തുടർന്നുകൊണ്ട് ഒരു തീരുമാനത്തിൽ എത്താനായിരിക്കും അൻവർ തീരുമാനം. കാരണം അൻവർ UDF-ന് തന്നെ UDF-ലെ പല നേതാക്കളും അതോടൊപ്പം UDF-മായി ബന്ധപ്പെട്ട പല സാമുദായിക സംഘടന നേതാക്കളൊക്കെ തന്നെ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായി വെട്ടിരിഞ്ഞു പോകാനുള്ള ഒരു മനസ്സിലേക്ക് എത്തിയിട്ടില്ല. അതേസമയം ഇപ്പോഴും പൂർണ്ണമായി സഹകരിക്കാനുള്ള മനസ്സിലും എത്തിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം കാര്യം അസോസിയേറ്റ് മെമ്പർഷിപ്പ് മാത്രമേ ലഭിക്കൂ എന്ന കാര്യത്തിൽ അൻവറിന് ഉറപ്പാണ്. കാരണം തൃണമൂൽ കോൺഗ്രസിന് ആയതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ അപ്പുറത്തേക്ക് ആദ്യഘട്ടത്തിൽ നടക്കില്ല എന്ന് വ്യക്തമാണ്. അതേസമയം അദ്ദേഹം ഉദ്ദേശിക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് വ്യക്തമല്ലെങ്കിൽ പോലും നിലവിൽ ഒരു സീറ്റ് UDF ഉറപ്പ് പറഞ്ഞിരിക്കുന്നത് അത് 2 സീറ്റായി മാറ്റാൻ പറ്റുമോ, അങ്ങനെ ഏതോ തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് കൂടി ഒരുപക്ഷെ പുറത്തു പറഞ്ഞില്ലെങ്കിലും ആ ഒരു ഉറപ്പ് കൂടി അൻവറിന് കിട്ടേണ്ടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. M സ്വരാജ് കൂടി മത്സര രംഗത്ത് വന്നതോടുകൂടി UDF കുറച്ചുകൂടി അയയും, UDF-ന് കുറച്ചുകൂടി അയ്യേണ്ടി വരും എന്ന കാര്യത്തിൽ PV അൻവറിനും വ്യക്തതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഒരു സ്പേസ് ഇട്ടുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നത്. ഇന്നത്തെ പ്രസ് മീറ്റിൽ ഏറ്റവും കൂടുതൽ ഭാഗം സർക്കാരിനെതിരെയും M സ്വരാജിനെതിരെയും ആണ് വിമർശനം ഉന്നയിച്ചത്. UDF-നെതിരെ പറയുമ്പോൾ പോലും അക്കാര്യത്തിലെല്ലാം ഒരു സ്പേസ് കിട്ടുകൊണ്ടുള്ള ഒരു കുറച്ചുകൂടി സ്പേസ് സമയം കൊടുത്തുകൊണ്ടുള്ള ഒരു നിലപാടുകളാണ്. ഒരുപക്ഷെ ഇനിയും ഇക്കാര്യത്തിൽ ചർച്ചകൾ നീറാൻ സാധ്യതയുണ്ട്. UDF-നെ സംബന്ധിച്ചോളം പിന്തുണ പ്രഖ്യാപിച്ചാൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് കൊടുക്കാം, അത് 2-ാം തീയതി തന്നെ പ്രഖ്യാപിക്കാം എന്നൊരു ധാരണയുണ്ട്. അതായത് ഇപ്പോൾ കണ്ടീഷനിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ കണ്ടീഷൻ മാറ്റിക്കൊണ്ട് 2-ാം തീയതി തന്നെ പ്രഖ്യാപിക്കാം, അതായത് നോമിനേഷന്റെ അന്ന് തന്നെ പ്രഖ്യാപിക്കാമെന്നൊരു ധാരണയുണ്ട്. അത്ര ഒരു ആശയവിനിമയം UDF കൺവീനർ അടൂർ പ്രകാശ് നടത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പും പ്രതീക്ഷയിലാണ്. PV അൻവർ ക്യാമ്പും ഇക്കാര്യത്തിൽ ഒരു കുറച്ചുകൂടി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് സഹകരിക്കാമെന്ന നിലപാടിലാണ്. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അത് സാഹസമായിരിക്കും, ആത്മഹത്യാപരമായിരിക്കും എന്നുള്ള വിലയിരുത്തൽ കുറച്ചുകൂടി ഒരുപക്ഷെ ചില നേതാക്കൾ ഇതിനിടയിൽ സംസാരിക്കുന്ന ചില നേതാക്കൾ കൂടി അൻവറിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതെന്തായാലും ഈ സസ്പെൻസ് ത്രില്ലർ എന്തായാലും 2-ാം തീയതി മാത്രമേ അവസാനിക്കൂ എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്.